ഒരു ഒരു 100% പൂർണ്ണത അവകാശപ്പെടാവുന്ന ഒരു സിനിമയും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നിടത്ത് എൻ്റെ വളർച്ച അവസാനിക്കും. കാരണം പിന്നീട് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പം ആ പൂർണ്ണത അച്ചീവ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഓരോ സിനിമകളും. എങ്കിലും എനിക്ക് ഒരുപാട് ഓരോ കാലഘട്ടത്തിലും നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ, നമ്മളെന്ന് പറയുന്ന കലാകാരൻ്റെ, നമ്മൾ എന്ന് പറയുന്ന ടെക്നീഷ്യൻ്റെ ഒക്കെയും അനുഭവങ്ങളിലൂടെ ഉണ്ടാകുന്ന വളർച്ചയുണ്ട്. 87 തനിയാവർത്തനം ചെയ്ത ഞാൻ അന്നത്തെ എൻ്റെ അറിവുകൾ, അന്നത്തെ എൻ്റെ കാഴ്ചപ്പാടുകൾ, അന്നത്തെ എൻ്റെ ടെക്നിക്കൽ നോഹൗ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് ആ സിനിമ ചെയ്തത്. പക്ഷേ ഇന്ന് ഈ കാലങ്ങൾക്ക് ശേഷം ഞാൻ ആ സിനിമ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അതുപോലെ ആയിരിക്കില്ല ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാളും മികച്ചതായിട്ട് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അന്നത്തെ എൻ്റെ ആ പരിമിതികളും അന്നത്തെ എൻ്റെ ആ ഒരു റോനെസ്സും ഒക്കെ ഉപയോഗിച്ച് ഞാൻ ചെയ്തതാണ്. അത് വളരെ ക്രൂഡായിട്ടുള്ള മേക്കിങ്ങൊക്കെയാണ്. ഇന്ന് നമുക്ക് കാണുമ്പോൾ അത് പലതും വളരെ ക്രൂഡായിട്ടുള്ള ഷോട്ട്സുകളാണെന്നൊക്കെ തോന്നും. പക്ഷേ അന്നത്തെ ഒരു പ്രേക്ഷകനും അത് തോന്നിയിട്ടുണ്ടാവില്ല. അവരന്ന് അതിനെ അതിന് ഇമോഷണൽ രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. കിരീടത്തിൻ്റെ പേരിലായപ്പോഴും കിരീടത്തെ പറ്റിയും പലപ്പോഴും അതിൻ്റെ ഇമോഷണൽ മേഖലയിലാണ് ആ സിനിമയെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ടെക്നിക്കലി ആ സിനിമയുടെ ഒരുപാട് പരിമിതികളോ ഒരുപാട് കുറവുകളോ ഇപ്പോൾ ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സിനിമയിൽ കാണാൻ സാധിക്കും. പക്ഷേ എനിക്ക് സിനിമയുടെ ടെക്നോളജിക്ക് മുകളിൽ സിനിമയുടെ ഇമോഷണൽ എസ്തെറ്റിക്കൽ മേഖലകൾക്കാണ് പ്രേക്ഷകനെ സ്വാധീനിക്കാനും പിടിച്ചിരുത്താനും കഴിയുക. ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഗിമ്മിക്കാണ്. അത് കണ്ടു മറക്കരുത്. അത് കാണിക്കാൻ ഭൗതികമായ വലിയ കഴിവുകളൊന്നും വേണ്ട, ഒരു ടെക്നിക്കൽ നോഹൗ മാത്രമേ. പക്ഷേ മനസ്സുകൊണ്ട് സിനിമയെ സമീപിക്കുമ്പോൾ, ഹൃദയം കൊണ്ട് സിനിമയെ സമീപിക്കുമ്പോൾ അവിടെയൊന്നും ഒരു ടെക്നോളജിക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുന്നില്ല. അവിടെ പ്രേക്ഷകനും ഫിലിം മേക്കറും തമ്മിലുള്ള മാനസികമായ ഒരു കൈമാറ്റമാണ് സംഭവിക്കുന്നത്. അവിടെ ടെക്നോളജിയും ക്യാമറയുടെ ലെൻസുകളും ഒക്കെ ഒന്നുമല്ല അവിടെ. അത് നമ്മുടെ പൊതുവായ സമൂഹത്തിൽ സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുണ്ടായ ആ ഇഴയെടുപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ജീവിതത്തിൻ്റെ ഒരു 25 വർഷം മുമ്പുണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളല്ല നമ്മൾ ജീവിക്കുന്നത് എല്ലാ അർത്ഥത്തിലും. കൂട്ടുകുടുംബങ്ങളുടെ അവസ്ഥകളൊക്കെ ഇപ്പം ശിഥിലമായി കഴിഞ്ഞിരിക്കുന്നു, അണുകുടുംബങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അണുകുടുംബങ്ങളിൽ തന്നെ ഓരോ വ്യക്തികളായി മാറിയിരിക്കുന്നു. വ്യക്തികൾ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ഫാമിലി, അവർ വന്നാൽ മകൻ അവൻ്റെ മുറിയിൽ കയറി അവൻ്റെ കമ്പ്യൂട്ടറും അവൻ്റെ ലാപ്ടോപ്പുമായിട്ട് മാറുന്നു. മകൾ അവളുടെ മുറിയിലേക്ക്, അല്ലെങ്കിൽ ഓരോരുത്തരും ഒരു ഭക്ഷണ മേശയിൽ പോലും ഒന്നിച്ച് കൂടുന്ന അവസരങ്ങളില്ല. അയാൾക്ക് വിശക്കുമ്പോൾ അയാളുടെ വന്ന് ഭക്ഷണം കഴിച്ച് അയാളങ്ങ് പോയി. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ നാമം ജപിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെതായിട്ടുള്ള അന്തരീക്ഷമുണ്ട്. ഇത് ഒരാൾ ടി വിയുടെ മുമ്പിൽ ടി വിയുമായിട്ടാണ്. വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായിത്തീരുന്നു. നമ്മൾ മെഷീനുകളുമായിട്ടാണ് ഇപ്പോൾ സംവദിക്കുന്നത്. ലാപ്ടോപ്പുകളുമായിട്ടും കമ്പ്യൂട്ടറുകളുമായിട്ടും ടെലിവിഷനുകളുമായിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഇൻറ്ററാക്ട് ചെയ്യുന്നത്. അപ്പം ഇമോഷൻസ് ഇല്ലാതായിത്തീരുന്നു. എല്ലാവരും തിരക്കുകളുടെ പുറകെ ഓടുന്നു. അപ്പോൾ വാല്യൂസ് നഷ്ടപ്പെടുന്നു. അതായത് ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മളുടെ സൊസൈറ്റിയിൽ ഒരുപാട് വലിയ രീതിയിലുള്ള ക്രൈമുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ശൈഥില്യങ്ങൾ സംഭവിക്കുന്നു. വാല്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ബന്ധങ്ങൾ തന്നെ ഒരു ഫാമിലി, ഒരു ഹസ്ബൻഡ്, ഒരു കുടുംബജീവിതം, ഒരു കുടുംബ ബന്ധം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യം, ഈ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ഇതിൻ്റെ ഡിമാൻഡ്സ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇംഗ്ലീഷിൽ നല്ല പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം, പിന്നെ നല്ല ടെക്നിക്കൽ നോഹൗ ഉണ്ട്. അതായത് അവളുടെ സ്വഭാവം നന്നായിരിക്കണം, അവൾ എന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അവൾക്ക് സൗന്ദര്യം ഉണ്ടായിരിക്കണം എന്നൊന്നുമല്ല, അവൾക്ക് സ്കില്ലുണ്ടായിരിക്കണം, അവൾക്ക് ജോലി ചെയ്യാനോ ചെന്ന ഒരു ജോലി കിട്ടണം, അവൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം, അവൾക്ക് നന്നായിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയണം.
അതൊക്കെയാണ് ഒരു ഭാര്യയ്ക്ക് വേണ്ട ക്വാളിഫിക്കേഷനായിട്ട് ഇപ്പോൾ ചെറുപ്പക്കാരന്. അതാണ് അത് വളരെ യാന്ത്രികമായ ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്കാണ് റിലേഷൻഷിപ്സ് എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നമുക്ക് വളരെ ആഴത്തിലുള്ള കഥകളും സിനിമകളും പ്രതീക്ഷിക്കാൻ കഴിയില്ല.